ഇവരുടെ പാപ്പരത്വം മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്കറിയാം. പാത്രിർക്കീസുമാരെ സ്വീകരിക്കുമ്പോൾ സ്വീകരണ ഗാനമുണ്ട്, തോബോസ്ലോമോ എന്ന് ചൊല്ലുന്നത്. ഇപ്പൊ മലയാളത്തിൽ അതിൻ്റെ ഒരു തർജ്ജമയുണ്ട്, സ്വാഗതമേ ശോഭിത മോറാൻ എന്നൊക്കെ പറയും. ആ പാട്ട് പോലും യാതൊരു ഉളുപ്പും ഇല്ലാതെ അടിച്ചു മാറ്റി ഇവരുടെ മെത്രാന്മാർ വരുമ്പോൾ പാടുക. ഇത്രയും നാളായി, ഇത്രയും കോടിക്കണക്കിന് രൂപയുണ്ട്, 5000 കോടിയുടെ ആനുവൽ ബഡ്ജറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മെത്രാന്മാർ വരുമ്പോൾ സ്വീകരിക്കാനുള്ള പാട്ട് പോലും സുറിയാനിക്കാരുടെ പാട്ട് മോഷ്ടിച്ച് പാടാതെ അതിനെങ്കിലും സ്വന്തമായിട്ടൊരു പാട്ട്, കുർബാനയുടെയും കൂദാശയുടെ ഒക്കെ പാട്ടുകൾ അടിച്ചു മാറ്റുന്നത് പിന്നെ പോട്ടെന്ന് വെക്കാം. അപ്പം ഈ സ്വീകരണ ഗാനം പോലും ഒരെണ്ണം ഉണ്ടാക്കാൻ ഈ 100 കൊല്ലം കൊണ്ട്, 912 113 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ലെന്ന് പറയുമ്പോൾ എത്രമാത്രം അതപ്പതിച്ചവരാണ്, എന്തുമാത്രം. നിങ്ങളുടെ മെത്രാൻ വരുമ്പോൾ അല്ലെ കാതോലിക്ക അല്ലെങ്കിൽ മലങ്കര മെത്രാപ്പോലിത്ത വരുമ്പോൾ ഒരു സ്വീകരിക്കാൻ വേണ്ടി വെൽക്കം ഡാഡി, വെൽക്കം വെൽക്കം ഡാഡി, വെൽക്കം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടാക്കാൻ പറ്റേ. അതുകൊണ്ട് അതുപോലെ സുറിയാനി സഭയുടെ പാട്ട് മോഷ്ടിച്ച് പാടുന്നു. ഇപ്പം സുറിയാനിക്കാരുടെ പാട്ടെന്ന് പറഞ്ഞാൽ പാത്രിർക്കീസ് ബാവയ്ക്ക് വേണ്ടിയുള്ള പാട്ടാണത്. അത് ഇഗ്നാത്തിയോസിനെ എഴുന്നള്ളിക്കുന്നതാണ്. പിന്നെ ബാക്കി മെത്രാന്മാർക്കും അത് പേര് മാറ്റി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ബേസിക്കലി അത് അതുവരെ അപ്പൊ യേശുക്രിസ്തു ഒരു ശിശുവിനെ എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ശിശുവിനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളും. യേശു കർത്താവ് കൈകളിലെടുത്ത് ഉയർത്തിയ ആ ശിശു ഇഗ്നാത്തിയോസ് ന്യൂറോനെയാണെന്നാണ് പാരമ്പര്യ വിശ്വാസം. ഇഗ്നാത്തിയോസിനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നുള്ളത് സുറിയാനി സഭയുടെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് വികാര വായ്പോടെ സ്നേഹാതുരതയോടെ സുറിയാനിക്കാര് സ്വാഗതമേ ശോഭിത മോറാൻ എന്ന് പാടുന്നത്. നമ്മുടെ സഭാ ജീവിതത്തിൽ പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ നിന്നുള്ള നൽവരങ്ങൾ, ആ അപ്പോസ്തലിക പിന്തുടർച്ച, ആ കറയില്ലാത്ത പൗരോഹിത്യം, അതിന്റെ തണലിൽ പരിലസിക്കുന്ന സഭ, അതാണ് യഥാർത്ഥ സഭ എന്ന് മനസ്സിലാക്കുക. Amen.